Okay, students. Next, നമുക്ക് പഠിക്കാനുള്ളത് പെർക്യൂസിറ്റ്സിൽ പെർക്യൂസിറ്റ്സ് ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. അതായത് സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന എംപ്ലോയീസിന് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ടാക്സബിൾ ആയിട്ടുള്ള, അവർക്ക് മാത്രം ടാക്സബിൾ ആയിട്ടുള്ള പെർക്യൂസിറ്റ്സ്. ഓക്കെ, അതിൽ ഈ സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറിയിൽ വരുന്ന എംപ്ലോയീസിനെയാണ് സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഒന്ന് ഡയറക്ടേഴ്സ് ആണ്, അതായത് an employee who has worked as a director. അടുത്തത് എംപ്ലോയീസ് എൻജോയ്സ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്, അതായത് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് റൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് ലെസ് ദാൻ 20% ഓഫ് വോട്ടിംഗ് റൈറ്റ് ഉള്ള എംപ്ലോയീസ്. ഓക്കെ, അതിനെയാണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത്, മൂന്നാമത്തെ ഇത് പറയുന്നത് എംപ്ലോയീസ് സാലറി ഇൻകം ആണ് ഉദ്ദേശിക്കുന്നത്. ആ സാലറി ഇൻകം എന്ന് പറയുമ്പോൾ അത് എക്സീഡ്സ് 50,000 ആണെങ്കിൽ ആഫ്റ്റർ അലൗൺ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16. ഇത് നമ്മൾ 16ലെ ഡിഡക്ഷൻസ് ഓൾറെഡി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാലറിയുടെ ബിഗിനിങ്ങിൽ. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ദെൻ പ്രൊഫഷണൽ ടാക്സ്. ഓക്കെ, അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള സാലറി ഇൻകം. പക്ഷേ ആ സാലറി ഇൻകത്തിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യില്ല? വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, എന്നിട്ട് ആ സാലറി ഇൻകം 50,000 എക്സീഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ എംപ്ലോയിയെയും സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസിന് ടാക്സബിൾ ആയിട്ടുള്ള പെർക്യൂസിറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പെർക്യൂസിറ്റ് പറയുന്നത് മോട്ടോർ കാറാണ്. ദാറ്റ് ഈസ് കാർ ഫെസിലിറ്റി. കാറ് എംപ്ലോയിക്ക് കാറ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ മോട്ടോർ കാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കുറച്ച് പല കേസുകളായിട്ടാണ് പറയുന്നത്. അതായത് പല പല ക്ലാസിഫിക്കേഷൻസ് ആയിട്ടാണ് പറയുന്നത്. ആദ്യം പറയുന്നത് കാർ ഈസ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഒഫീഷ്യൽ ഡ്യൂട്ടി. ദാറ്റ് ഈസ് ദ പേർപ്പസ് ഓഫ് യൂസിങ് കാർ ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം കാറ് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കാറ് എംപ്ലോയർ ഓൺ ചെയ്യുന്ന, അതായത് എംപ്ലോയറുടെ ഓണർഷിപ്പിലുള്ള കാറാണെങ്കിലും എംപ്ലോയിയുടെ ഓണർഷിപ്പിലുള്ള കാറാണെങ്കിലും അതിൻ്റെ വാല്യൂ നില്ലായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ അതിന് വാല്യൂ ടാക്സബിൾ ആയിട്ട് വരില്ല. ക്ലിയർ? ദെൻ രണ്ടാമത് പറയുന്നത് കാർ ഈസ് യൂസ്ഡ് ബൈ എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രൈവറ്റ് പർപ്പസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ പർപ്പസസിന് വേണ്ടി മാത്രമായിട്ട് കാറ് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് കാറ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ കാർ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ ഓൺ ചെയ്തിരിക്കുന്ന, അതായത് എംപ്ലോയറുടെ ഓണർഷിപ്പിലുള്ള കാറാണ് എങ്കിൽ അവിടെ നമ്മൾ അതിൻ്റെ വാല്യൂ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നോക്കുക. ഈ ഒരു കാറ് റൺ ചെയ്യുന്നതിനും മെയിൻ്റനൻസിനും ഒക്കെ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നോക്കുക. ഓക്കെ, ദെൻ ഡ്രൈവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, ദാറ്റ് ഈസ് സാലറി ഓഫ് ഡ്രൈവർ, അതെടുക്കാം. അതുകൂടാതെ ഈ കാറിൻ്റെ ആക്ച്വൽ കോസ്റ്റിന്മേൽ ഒരു വർഷത്തേക്ക് 10% ഡിപ്രീസിയേഷൻ, ഇത് ഇത്രയും ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യാം? എംപ്ലോയി ഈ ഒരു കാറ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ എമൗണ്ട് ഇതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? ആ ഒരു കാറിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, എന്നിട്ട് ആ വാല്യൂ ആയിരിക്കണം വാല്യൂ ഓഫ് മോട്ടോർ കാർ എന്ന് പറഞ്ഞ് ടാക്സബിൾ ഇൻകത്തിൽ കാണിക്കേണ്ടത്. ക്ലിയർ? ഇനി അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണ് പറഞ്ഞത്. ഇനി ഇതിൽ തന്നെ ഈ ഒഫീഷ്യൽ പേഴ്സണൽ പർപ്പസസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ കാറ് എംപ്ലോയർ
റെന്റിന് എടുത്തിരിക്കുന്ന കാറാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വരുന്നത്. ഒരു വ്യത്യാസമുള്ളത് എന്താണ്? ഡിപ്രീസിയേഷൻ എടുക്കാൻ സാധിക്കില്ല. സ്വന്തം ഓണർഷിപ്പിലുള്ള ഒരു അസറ്റ് ആണെങ്കിൽ മാത്രമല്ലേ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റെന്റിന് എടുത്തിരിക്കുന്ന ഒരു അസറ്റ് ആണെങ്കിൽ അതിന് ആക്ച്വൽ കോസ്റ്റ് മേലെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട് റെന്റിന് എടുത്ത ആൾക്ക് റൈറ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് എംപ്ലോയർ റെന്റിനെടുത്ത കാറാണെങ്കിൽ ഡിപ്രീസിയേഷൻ എടുക്കാൻ സാധിക്കില്ല. ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെയാണ്. ക്ലിയർ? ഇതാണ് പ്രൈവറ്റ് പർപ്പസിന് അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് കാറ് പ്രൊവൈഡ് ചെയ്താൽ അതിൻ്റെ ട്രീറ്റ്മെന്റ്. ക്ലിയർ? ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ ഈസ് യൂസ്ഡ് പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ പർപ്പസസ് ആൻഡ് പാർട്ട്ലി ഫോർ പേഴ്സണൽ പർപ്പസസ്. അതായത് കാറ് കൊടുക്കുന്നു, അത് യൂസ് ചെയ്യുന്നത് എന്താണ്? പാർട്ട്ലി എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? ഒഫീഷ്യൽ പർപ്പസസിന്, ഒഫീഷ്യൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? പ്രൈവറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട്, പേഴ്സണൽ പർപ്പസസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു. അപ്പൊ രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ്. ഓക്കെ, ഇവിടെ കാറ് എംപ്ലോയർ ഓൺ ചെയ്താലും എംപ്ലോയർ റെന്റിന് എടുത്താലും സെയിം ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് ആ ട്രീറ്റ്മെന്റ് എന്ന് നോക്കാം. അതിൽ രണ്ട് കാറ്റഗറി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ട്രീറ്റ്മെന്റ്. ആദ്യത്തേത് മെയിൻ്റനൻസ് എക്സ്പെൻസസ് എംപ്ലോയർ ബെയർ ചെയ്യുക. ഓക്കെ, മെയിൻ്റനൻസ് എക്സ്പെൻസസ് എംപ്ലോയർ ബെയർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാറ് സ്മോൾ കാറാണോ ലാർജ് കാറാണോ എന്ന് നോക്കണം. സ്മോൾ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്റർ, ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്റർ ആണെങ്കിൽ അതിനെയാണ് സ്മോൾ കാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാർജ് കാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്ററിൽ കൂടുതലാണെങ്കിൽ. ക്ലിയർ? അപ്പൊ സ്മോൾ കാർ ആണെങ്കിൽ 1800 പെർ മന്ത് വെച്ചിട്ടാണ് എടുക്കേണ്ടത് അതിന്റെ വാല്യൂ. ലാർജ് കാർ ആണെങ്കിൽ 2400 പെർ മന്ത് വെച്ചിട്ട് എടുക്കണം. ക്ലിയർ? ഇനി ഡ്രൈവറെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഡ്രൈവറുടെ സാലറി 900 പെർ മന്ത് വെച്ചിട്ട് എടുക്കാം. ഇതാണ് എംപ്ലോയർ എക്സ്പെൻസസ് ബെയർ ചെയ്താൽ വരുന്ന ട്രീറ്റ്മെന്റ്. ഇനി അതല്ല എംപ്ലോയി ആണ് ഈ എക്സ്പെൻസസ് ബെയർ ചെയ്യുന്നത് എങ്കിൽ സ്മോൾ കാറാണോ ലാർജ് കാറാണോ എന്ന് നോക്കുക. സ്മോൾ കാറാണ് എങ്കിൽ എംപ്ലോയി എക്സ്പെൻസസ് ബെയർ ചെയ്താൽ 600 പെർ മന്തും ലാർജ് കാറാണ് എങ്കിൽ 900 പെർ മന്തും ആണ് അതിന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. പ്ലസ് ഡ്രൈവറെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ 900 പെർ മന്ത്. ക്ലിയർ? ഇങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. ഇനി ഇത് കൂടാതെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എംപ്ലോയി യൂസേഴ്സ് മോർ ദാൻ 1 കാർ ഫോർ പ്രൈവറ്റ് പർപ്പസസ്. അതായത് പ്രൈവറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് എംപ്ലോയി എന്ത് ചെയ്യുന്നു? ഒന്നിൽ കൂടുതൽ കാറുകൾ യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലും അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ ഒന്നിൽ കൂടുതൽ കാറുകളിൽ ഒരു കാർ എടുക്കുക ആദ്യം. ആ ഒരു കാറ് സ്മോൾ കാറാണോ ലാർജ് ആണോ എന്ന് നോക്കുക. സ്മോൾ ആണെങ്കിൽ 1800 പെർ മന്ത്, ലാർജ് കാറാണെങ്കിൽ 2400 പെർ മന്ത്. പിന്നെ ഡ്രൈവർ ഉണ്ടെങ്കിൽ 900 പെർ മന്ത് ഡ്രൈവറുടെ സാലറിയും കൂടെ കൺസിഡർ ചെയ്യുക. അതായിരിക്കും ആ ഒന്നിൽ കൂടുതലുള്ള കാറുകളിൽ ഒരു കാറിന്റെ ട്രീറ്റ്മെന്റ്. ബാക്കിയുള്ള കാറുകളുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞില്ലായിരുന്നോ? ആ സിറ്റുവേഷൻ തന്നെയാണ് മറ്റു കാറുകൾക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് കാറിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ?